തങ്ങൾ ജീവിക്കുന്ന ചെറിയ സമൂഹം മാത്രമാണ് ഈ പ്രപഞ്ചം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ രാത്രി ആകാശത്ത് വിരിയുന്ന ഈ അത്ഭുത കാഴ്ചകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള ആഗ്രഹം അവനെ പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ചു. ഇപ്പോൾ അവന് മനസ്സിലായി, പ്രപഞ്ചത്തിലെ കോടാനുകോടി ഗാലക്സികളിൽ ഒന്നു മാത്രമായ ആകാശഗംഗയ്ക്കുള്ളിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ഗ്രഹങ്ങളിൽ ഒരു കുഞ്ഞു ഗ്രഹം മാത്രമാണ് നമ്മുടെ ഭൂമി എന്ന്. ഈ ഗ്രഹങ്ങളിൽ നമ്മുടെ ഭൂമിയെപ്പോലെ ജീവനുള്ള മറ്റേതെങ്കിലും ലോകമുണ്ടാകുമോ? എന്നാൽ പുതിയ ഭൂമി എന്ന് പറയുവാൻ സാധിക്കുന്ന, നമ്മുടെ ഭൂമിയുമായി അത്രമാത്രം സാമ്യമുള്ള മറ്റൊരു ഭൂമിയെ കണ്ടെത്തിയിട്ടുണ്ട്. കെപ്ലർ 452b. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ പുതിയ ഭൂമിയിലെ അത്ഭുത കാഴ്ചകളാണ്. നമ്മുടെ സൗരയൂഥം സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും എല്ലാം നിറഞ്ഞ വലിയൊരു സമൂഹമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ സൗരയൂഥത്തിനുള്ളിൽ മാത്രമാണോ ഗ്രഹങ്ങളുള്ളത്? സൗരയൂഥത്തിന് പുറത്ത് മറ്റനേകം സൗരയൂഥങ്ങളും ധാരാളം ഗ്രഹങ്ങളുമുണ്ട്. നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് 5849 അന്യഗ്രഹങ്ങളെയും 4367 ഗ്രഹവ്യവസ്ഥകളെയുമാണ്. ഇവയിൽ മിക്കതും കണ്ടെത്തിയത് അന്യഗ്രഹങ്ങൾ അഥവാ എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി 2009 വിക്ഷേപിച്ച കെപ്ലർ സ്പേസ് ടെലസ്കോപ്പാണ്. അവയിൽ അത്ഭുതകരവും വിചിത്രവുമായ ധാരാളം ലോകങ്ങളുണ്ട്. ചുട്ടുപഴുത്ത ഗ്രഹങ്ങൾ, മഞ്ഞുമൂടി കിടക്കുന്ന ഐസ് പ്ലാനറ്റുകൾ, നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രമാത്രം വലിപ്പം കൂടിയ വാതക ഭീമൻ ഗ്രഹങ്ങളും സൂപ്പർ എർത്ത് ഗ്രഹങ്ങളും, അതായത് വ്യാഴത്തെക്കാളും ഒരുപാട് വലിപ്പം കൂടിയ ഉപരിതലമില്ലാതെ വാതകം മാത്രം നിറഞ്ഞു കിടക്കുന്ന ഗ്യാസ് ജെയിൻ്റ് ഗ്രഹങ്ങളും, നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ ഉപരിതലമുള്ള എന്നാൽ ഭൂമിയുടെ 10 മടങ്ങ് വലിപ്പം കൂടുതലുള്ള സൂപ്പർ എർത്ത് ഗ്രഹങ്ങളും, നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ ഒരു സൂര്യനെ വലംബിക്കുന്ന ഗ്രഹങ്ങളും 2 സൂര്യന്മാരെ വലംബിക്കുന്ന ഗ്രഹങ്ങളും 4 സൂര്യന്മാരെ വലംബിക്കുന്ന ഗ്രഹങ്ങളും, അങ്ങനെ ധാരാളം. ഇവയിൽ നമ്മുടെ ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളുമുണ്ട്. ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പുതിയ ഭൂമി എന്നെല്ലാം പറയുമ്പോൾ അത് നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന റോക്കി പ്ലാനറ്റുകളാണ്. അതായത് വാസയോഗ്യമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ ഗ്രഹങ്ങൾ. നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്തോ നക്ഷത്രത്തിൽ നിന്ന് ഒരുപാട് അകലത്തിലോ അല്ലാതെ മിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുന്ന ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ. ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും. അതായത് ഈ ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് അനേകം പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന അന്യഗ്രഹങ്ങളെയെല്ലാം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത് എന്നും അന്യഗ്രഹങ്ങൾ ഭൂമിയുമായി സാമ്യമുള്ളതാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നും നോക്കാം. അന്യഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകളിൽ ഒന്നാണ് ട്രാൻസിറ്റ് മെത്തേഡ്. അതായത് മാസങ്ങളോ വർഷങ്ങളോ ഒരു നക്ഷത്രത്തെ തന്നെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം കൃത്യമായ ഇടവേളകളിൽ മങ്ങിപ്പോകുന്നതായി കാണാൻ സാധിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഗ്രഹം അതിനെ പരിക്രമണം ചെയ്യുന്നുണ്ട് എന്നാണ്. ആ നക്ഷത്രത്തിൻ്റെ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഗ്രഹത്തിൻ്റെ സ്ഥാനവും വലിപ്പവും നമുക്ക് നിർണ്ണയിക്കുവാൻ സാധിക്കും. വലിയ തോതിൽ പ്രകാശം മങ്ങുകയാണെങ്കിൽ ഗ്രഹം വലുതായിരിക്കും എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ മങ്ങൽ വളരെ പെട്ടെന്ന് മാറുകയാണെങ്കിൽ ഗ്രഹം നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്താണ് എന്ന് മനസ്സിലാക്കാം. ഈ ട്രാൻസിറ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തിയിരിക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളതും. ഇനി നമുക്ക് ഇതുപോലെ കണ്ടെത്തുന്ന ഗ്രഹങ്ങളെ എങ്ങനെയാണ് നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തുന്നത് എന്ന് നോക്കാം. മറ്റു ഗ്രഹങ്ങളെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അളവാണ് എർത്ത് സിമുലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI. 0 മുതൽ 1 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ESI സ്കെയിലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ഗ്രഹത്തിൻ്റെ ESI വാല്യൂ സ്കെയിലിലെ ആദ്യത്തെ അക്കങ്ങളാണെങ്കിൽ ആ ഗ്രഹത്തിന് ഭൂമിയുമായി യാതൊരു സാമ്യവുമില്ല എന്നാണ് അർത്ഥം. എന്നാൽ ഈ സ്കെയിലിലെ അവസാന അക്കങ്ങളാണ് ഒരു ഗ്രഹത്തിൻ്റെ വാല്യൂ എങ്കിൽ ആ ഗ്രഹം ഭൂമിക്ക് സമാനമായിരിക്കും. ഇത് നിശ്ചയിക്കുന്നത് ഗ്രഹത്തിൻ്റെ വലിപ്പം, സാന്ദ്രത, ഉപരിതലത്തിൻ്റെ താപനില, നക്ഷത്രത്തിൽ നിന്നും ഗ്രഹത്തിലേക്ക് വരുന്ന ഊർജത്തിൻ്റെ അളവ്. ഈ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് എക്സോ പ്ലാനറ്റുകൾക്ക് ESI നിശ്ചയിക്കുന്നത്.
ഇതിനോടൊപ്പം തന്നെ ഗുരുത്വാകർഷണ ബലം, മാസ്, അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ, ഉപരിതലത്തിലും അന്തരീക്ഷത്തിലുമുള്ള ജലത്തിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ പ്രധാനമായും 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ESI 0 മുതൽ 0.5 വരെയുള്ള ഗ്രഹങ്ങൾ ഭൂമിയുടെ അവസ്ഥയുമായി യാതൊരു വിധത്തിലും സാമ്യമില്ലാത്ത ഗ്രഹങ്ങളാണ്. എന്നാൽ 0.5 ശേഷം 0.5 മുതൽ 0.7 വരെ ESI വാല്യുള്ള ഗ്രഹങ്ങൾ റോക്കി പ്ലാനറ്റുകളോ സമുദ്രഗ്രഹങ്ങളോ ആയിരിക്കും. ഇവയ്ക്ക് ഭൂമിയോട് സാമ്യമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ അയൽക്കാരനായ മാർസ് എന്ന ചൊവ്വ 0.7 ESI വാല്യുള്ള വിഭാഗത്തിൽപ്പെടുന്ന ഗ്രഹമാണ്. അടുത്തത് 0.7 മുതൽ 1 വരെയുള്ള ഗ്രഹങ്ങളാണ്. ഇത്തരം ഗ്രഹങ്ങളുടെ അവസ്ഥ ഭൂമിക്ക് സമാനമായിരിക്കും. അതായത് ESI വാല്യൂ കൂടുതലുള്ള ഗ്രഹങ്ങൾ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളായിരിക്കും. 2025 ജൂലൈ മാസം 23-ാം തീയതി കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് ഭൂമിയിൽ നിന്നും 1800 പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഉത്തരാർദ്ധഗോളത്തിലെ സൈഗ്നസ് നക്ഷത്രഗണത്തിനുള്ളിൽ ഒരു സവിശേഷ ഗ്രഹത്തെ കണ്ടെത്തി. സൗരയൂഥത്തിന് പുറത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഗ്രഹങ്ങളിൽ വെച്ച് ഭൂമിയുമായി ഏറ്റവും കൂടുതൽ രൂപസാദൃശ്യമുള്ള ഗ്രഹം, എർത്ത് 2.0 എന്നറിയപ്പെടുന്ന കെപ്ലർ 452b. സൂര്യനോട് സമാനതയുള്ള നക്ഷത്രമായ കെപ്ലർ 452വിൻ്റെ ഹാബിറ്റബിൾ സോൺ അഥവാ വാസയോഗ്യമായ മേഖലയുടെ അതിരിലൂടെയാണ് ഈ ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. കെപ്ലർ 452 നമ്മുടെ സൂര്യനെ പോലെ തന്നെയുള്ള G ടൈപ്പ് മെയിൻ സീക്വൻസ് നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന് സൂര്യൻ്റെ തന്നെ താപനിലയാണ്. എന്നാൽ സൂര്യനേക്കാളും 20% കൂടുതൽ തിളക്കവും 3.7% കൂടുതൽ മാസും 11% വലിപ്പം കൂടുതലുമുണ്ട്. ഏകദേശം 6 ബില്യൺ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു നക്ഷത്രമാണിത്. അതായത് സൂര്യനേക്കാളും 1.5 ബില്യൺ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് സൂര്യനെ കാണുവാൻ സാധിക്കുന്നത് പോലെ തന്നെയാണ് കെപ്ലർ 452b എന്ന ഗ്രഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴും അതിൻ്റെ സൂര്യനെയും കാണുന്നത്. കെപ്ലർ 452 എന്ന നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഏക ഗ്രഹമാണ് കെപ്ലർ 452b. ഇതൊരു സൂപ്പർ എർത്ത് എക്സോ പ്ലാനറ്റാണ്. ഈ ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും ഏകദേശം 1.04 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലൂടെയാണ് നക്ഷത്രത്തെ പരിക്രമണം ചെയ്യുന്നത്. നക്ഷത്രത്തിൽ നിന്നും 15,60,00,000 കിലോമീറ്ററുകൾ അകലത്തിലൂടെ. അതായത് നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന അത്രത്തോളം ദൂരം. ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുവാൻ ഏകദേശം 385 ദിവസങ്ങളാണ് ഗ്രഹത്തിന് വേണ്ടി വരിക. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു തവണ ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുന്ന കാലയളവിൻ്റെ അടുത്ത് വരും. സൂപ്പർ എർത്ത് പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ ഭൂമിയേക്കാളും ഒരുപാട് വലിപ്പം കൂടിയ റോക്കി പ്ലാനറ്റാണ്. അതായത് പാറകളും ലോഹങ്ങളും നിറഞ്ഞ വലിയ ഭൂമി. കെപ്ലർ 452b ഭൂമിയേക്കാളും 60% വലിപ്പം കൂടിയ ഗ്രഹമാണ്. ഭൂമിയുടെ 1.6 മടങ്ങ് റേഡിയസും 5 ഇരട്ടിയിലും കൂടുതൽ മാസുമുണ്ട്. ഇതിൻ്റെ ഉപരിതല ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഇരട്ടിയോളം വരും. കൂടാതെ ഇതൊരു ഭൗമഗ്രഹമാണെങ്കിൽ ഉയർന്ന മാസും ഡെൻസിറ്റിയും കാരണം നിരന്തരം സജീവമായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം നിറയെ കട്ടി കൂടിയ മേഘങ്ങളായിരിക്കാനാണ് സാധ്യത. മേഘങ്ങൾ കൂടാതെ മൂടൽ മഞ്ഞും നിറഞ്ഞതായിരിക്കും. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഉപരിതലത്തിൻ്റെ ഭൂരിഭാഗവും മേഘങ്ങളും മഞ്ഞും മൂടിക്കിടക്കുന്നതായി തോന്നിയേക്കാം. ഈ ഗ്രഹം നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡായ അവസ്ഥയിലായിരിക്കും. അതായത് ഗ്രഹത്തിൻ്റെ ഒരു വശം എപ്പോഴും നക്ഷത്രത്തിന് അഭിമുഖമായിരിക്കും. കെപ്ലർ 452bയുടെ ശരാശരി താപനില നമ്മുടെ ഭൂമിയുടെ ശരാശരി താപനിലയേക്കാൾ ഒരൽപ്പം കൂടുതലാണ്, 265 കെൽവിൻ. നാസയുടെ എയിംസ് റിസർച്ച് സെൻ്ററിലെ ശാസ്ത്രജ്ഞനായ ജോൺ ജാക്കിങ്സ് പറയുന്നത് കെപ്ലർ 452b എന്ന ഗ്രഹം ഭൂമിയേക്കാളും വലിപ്പം കൂടിയ ഭൂമിയുടെ സഹോദരനാണെന്നും 450 കോടി വർഷം പഴക്കമുള്ള ഭൂമിയെ അപേക്ഷിച്ച് 600 കോടി വർഷങ്ങളോളമായി നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് എന്നുമാണ്. അതുകൊണ്ട് ഈ ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കുവാൻ ഏറെ സാധ്യതകളുണ്ട്. നാസയുടെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായ ജോൺ ഗ്രാൻസ്ഫീൽഡ് പറയുന്നത് ലഭിച്ച വിവരങ്ങളെല്ലാം നമ്മളെ എർത്ത് 2.0 എന്ന ആ അത്ഭുതത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. കെപ്ലർ 452 എന്ന നക്ഷത്രത്തെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഈ നക്ഷത്രത്തിൽ നിന്നും ഗ്രഹത്തിന് ലഭിക്കുന്നത് ഭൂമിക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ 10% കൂടുതൽ ഊർജമാണ്. ഈ ഗ്രഹത്തിനും നക്ഷത്രത്തിനും നമ്മുടെ ഭൂമിയേക്കാളും സൂര്യനേക്കാളും പ്രായമുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ഗ്രഹം ഇന്ന് ഒരു ഗ്രീൻ ഹൗസ് കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സംശയിക്കുന്നത്. നക്ഷത്രത്തിൻ്റെ പരിണാമം മൂലമുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിൽ നിന്നും വരുന്ന കനത്ത ചൂടേറ്റ് ഗ്രഹത്തിലെ നദികളും സമുദ്രങ്ങളുമെല്ലാം വറ്റി വരേണ്ട അവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഇന്ന്. അതായത് ഏകദേശം 100 കോടി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഭൂമി കടന്നു പോകേണ്ട അതേ അവസ്ഥ. കെപ്ലർ 452bക്ക് കട്ടിയുള്ള അന്തരീക്ഷമോ കാന്തിക ക്ഷേത്രമോ ചന്ദ്രനോ ഉണ്ടോ എന്ന് വ്യക്തമായി ഇന്നും നമുക്കറിയില്ല. നമുക്കറിയാവുന്നതനുസരിച്ച് കെപ്ലർ 452 എന്ന ഗ്രഹത്തിൻ്റെ എർത്ത് സിമുലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI വാല്യൂ 0.83 ആണ്. അതായത് ഭൂമിയുമായി ഏറെ സാമ്യമുള്ള ഗ്രഹം. ഭൂമിയിലേതുപോലെ തന്നെ ജീവൻ നിലനിൽക്കുവാനുള്ള സാധ്യതകളുള്ള ഗ്രഹം. ഒന്നുകിൽ ഈ ഗ്രഹത്തിൽ മുൻപ് ജീവൻ ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴും ജീവൻ നിലനിൽക്കുന്നുണ്ടാകാം. ഭൂമിയുടെ ഇരട്ടി ഗുരുത്വാകർഷണ ബലം ഉണ്ടെങ്കിലും മനുഷ്യർക്കും സസ്യങ്ങൾക്കുമെല്ലാം അതിനെ അതിജീവിക്കാൻ സാധിക്കും. സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസിന് ആവശ്യമായ പ്രകാശവും ചൂടും മാതൃനക്ഷത്രം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രഹത്തെ എർത്ത് 2.0 എന്ന് പറയുന്നത്. ജീവൻ്റെ നിലനിൽപ്പിനെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുണ്ടായിട്ടും ആ ഗ്രഹത്തിലേക്ക് എത്തിച്ചേരുക എന്നത് മനുഷ്യന് ഇന്ന് അസാധ്യമാണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വേഗതയിൽ വിക്ഷേപിക്കപ്പെട്ട ബഹിരാകാശ പേടകം ന്യൂ ഹൊറൈസൺ ആണ്. പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മണിക്കൂറിൽ 36,373 മൈൽ വേഗതയിലാണ് പേടകത്തെ വിക്ഷേപിച്ചത്. ഇതേ വേഗതയിൽ മറ്റൊരു ബഹിരാകാശ പേടകം കെപ്ലർ 452bയിലേക്ക് ഭൂമിയിൽ നിന്നും യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ എത്തിച്ചേരുവാൻ ഏകദേശം 25.8 ദശലക്ഷം വർഷങ്ങളോളം എടുക്കും. അതായത് ആ ഗ്രഹത്തിൽ എത്തിച്ചേരുക എന്നത് നമുക്ക് ഇന്ന് സാധ്യമല്ല. ഭൂമിയുടെ സഹോദരൻ എർത്ത് 2.0 എന്നെല്ലാം അറിയപ്പെടുന്ന കെപ്ലർ 452b എന്ന ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.